നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾ ഏത് ജേണിയിലാണ്, അതായത് ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ജനറൽ റീഡിങ്സ് എന്ന് പറയുന്നതെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സുകളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട്, എത്രത്തോളം വിശ്വാസത്തോടു കൂടി, പോസിറ്റീവ് എനർജിയോട് കൂടി ഇതിനെ കണക്റ്റ് ചെയ്യുകയും കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റഡ് ആകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പെയിൻഫുള്ളായ സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ സോളിന് ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റീവ് എനർജികളെയും ഈ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സിലൂടെ എന്താവുന്നതാണ്, ഹീലാക്കി കളയുന്നതുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി കേൾക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും. നിങ്ങൾക്കിത് നെഗറ്റീവായി ഫീൽ ചെയ്യുന്ന നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യാനോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ ഒരിക്കലും നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഓരോ വാക്കുകളെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ മാത്രം കണക്റ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഏത് സമയത്ത് നോക്കി കണ്ടാലും നിങ്ങൾക്കത് വാല്യുബിൾ ആകുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടും കൂടി നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾക്കൊരു ആൻസർ ലഭിക്കുക എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ റീഡിങ്സുകളും കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. വളരെയധികം ഒരു ഇൻറ്റ്യൂഷൻ പവറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്ന് നിൽക്കുന്ന എനർജിയാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം പൂർണ്ണമായും തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി, മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിട്ട് നിന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു കണക്ഷൻസിന് ഇനി വേണോ അതോ വേണ്ടയോ എന്നുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. അതായത് ഇതിനെ ലെറ്റ് ഗോ ചെയ്താലോ എന്ന് ചിന്തിച്ച് എന്നിട്ടും നിങ്ങൾക്കത് സാധിക്കാതെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന ഒരു മെത്തേഡ് ആ ഒരു എനർജിയിൽ യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് തന്നെ ലെറ്റ് ഗോ ചെയ്താലോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ, ഇത് നമ്മളുടെ ലൈഫിലേക്ക് വന്നാൽ തന്നെ ഇത് നമുക്കൊരു പോസിറ്റീവ് ആയിരിക്കുമോ, മുമ്പോട്ടേക്ക് ഇനി പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയും അതുപോലെ ഇനിയും ചീറ്റിങ്ങിനെ നേരിടേണ്ടി വരുമോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് തന്നെ നിങ്ങൾ വീണ്ടും ഈ ഒരു പേഴ്സണെ അവോയ്ഡിങ് ചെയ്യാനോ മറന്നു കളയാനോ പറ്റാതെ നിന്ന സാഹചര്യത്തിൽ മാനിഫെസ്റ്റിംഗ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻസിന് വിട്ടുകളയാൻ പറ്റുന്നില്ല. അവരുടെ എല്ലാ മോശമായ വശങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം, അല്ലെങ്കിൽ അവരിൽ നിന്നും അനുഭവിച്ച പെയിൻഫുള്ളായ സാഹചര്യ അവഗണനയെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. നിങ്ങൾ വളരെയധികം ദൃഢത, അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വളരെയധികം ശക്തമായി പതിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സണെ മറന്നു കളയാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റാത്ത വിധം ആഴത്തിൽ, അതായത് ഒരു ആഴത്തിൽ അത് കണക്റ്റായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി യൂണിവേഴ്സ് നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ആ ഒരു ബന്ധം, നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഏത് സാഹചര്യമായിക്കോട്ടെ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്കത് വളരെ ശക്തമായി നിങ്ങളുടേതായ രീതിയിൽ ഇനി അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതായത് ഭയത്തെയും ആൻസൈറ്റിനെയും എല്ലാം നിങ്ങൾ ഇനി റിമൂവ് ചെയ്ത് കളഞ്ഞു, ലെറ്റ് ഗോ ചെയ്ത് കളയുന്ന സമയമാണ്.
ഒരു ഫ്രഷായ ഒരു മൈൻഡ് സെറ്റോടു കൂടി ഒരു സക്സസ്ഫുള്ളായ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. അതായത് ഇനി ഒരു ഫോക്കസിങ് ആണ് നിങ്ങളിലേക്ക്, ആ ഒരു എനർജി വളരെ ശക്തമായ രീതിയിൽ ഫോക്കസിങ് ചെയ്യുന്നു. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ഒരു വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു, ആ വരുന്ന സിറ്റുവേഷൻസിന് നിങ്ങളിനി നിറഞ്ഞ മനസ്സോടുകൂടി വിശ്വാസത്തോടു കൂടി സ്വീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. കാരണം വളരെ സ്ട്രെങ്ത് ആയിട്ടാണ് ആ ഒരു സാഹചര്യം വരുന്നത് കേട്ടോ. കാരണം അവരെന്തായാലും നിങ്ങളെ വിട്ടുപോയ ഏത് പേഴ്സൺ ആയിക്കോട്ടെ, അതിന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ബന്ധത്തെയാണ് നിങ്ങളിവിടെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസിന് ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്കിനി അതിൽ ഒരു ഉത്കണ്ഠയുടെ ആവശ്യം വരുന്നില്ല എന്നാണ് നമുക്ക് കാണുന്ന എനർജി. 3 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ശക്തമായ ഒരു തുടക്കം, അതായത് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് വരാൻ പോകുന്നത്. അതായത് ഉറച്ച ഒരു തീരുമാനത്തിലൂടെയാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് ഇനി വന്ന് ചേരാൻ പോകുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നും വിട്ടുപോയത് മറ്റേതോ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ശക്തി കൊണ്ട് തന്നെയാണ്. വേറെ എങ്ങോട്ടോ ആ ഒരു സാഹചര്യത്തെ അതായത് വശീകരിച്ചു മാറ്റിയതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള വ്യക്തിയായിരിക്കാം, അത് ഫിനാൻസിനോടോ അതല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളോടോ ഫിസിക്കലി അങ്ങനെയുള്ള എന്തെങ്കിലും നീഡ്സ് കൂടുതൽ ആവശ്യമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അവർ മിസ്യൂസ് ചെയ്തു. അവരെ മറ്റൊരു സിറ്റുവേഷൻ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തെടുത്തതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു ബന്ധനത്തിലാക്കി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത്. അതല്ലാണ്ട് അവർക്കൊരു ഹാപ്പിനെസ്സോ ഒരു വിജയമോ ഒന്നുമല്ല, അവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളുടെ പേഴ്സണെ ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് പവർ ലോസ് സംഭവിച്ചു, അതായത് തിരിച്ചറിവില്ലായ്മ. അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാതെ അവർ സ്റ്റക്കായിപ്പോയി, ബ്ലൈൻഡായി പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുന്നു. ആ ഒരു നെഗറ്റീവായ ഒരു എനർജിയെ അതിജീവിച്ച് പുതിയൊരു ഫയർ എനർജിയോടുകൂടി, ഫയർ എനർജി എന്ന് പറഞ്ഞാൽ സഡൻ നടക്കുന്ന ഒരു ആക്ഷനാണ്. അത് എത്ര വലിയ വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലെ ഒരു പവറാണ് ഫയർ എനർജി എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ ബന്ധം വന്നു ചേരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ പോലും അറിയാതെ അവരുടെ കണ്ണുകൾ കെട്ടി അവർക്ക് ഇതിൽ ഏതാണ് നല്ലത് ചീത്ത എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാക്കി കളഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ബന്ധനം, ഒരു ബ്ലോക്കേജ് വരുത്തി ഒരു ഇരയാക്കപ്പെട്ടു. അതായത് അവരുടെ പവർ ലോസ് സംഭവിച്ചു. അവർക്ക് അവരുടെ എനർജി നഷ്ടപ്പെട്ടു പോയി, പോസിറ്റീവ് എനർജി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർക്ക് എന്താണ് ഈ സംഭവിക്കുന്ന, അവരുടെ ജീവിതത്തിൽ എന്താണ് വരുന്നത്, ഏതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും അവർ വളരെയധികം ആഴത്തിൽ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. അതായത് നിങ്ങളെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് അവരുടെ ലൈഫ് സിറ്റുവേഷൻസിൽ. ഒരു എനർജി പോസിറ്റീവായ പല കാര്യങ്ങളും നേടണമെങ്കിൽ, ഒരു ഫിനാൻസ് പരമായി പോലും ഒരു സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളിൽ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം. നിങ്ങളുടെ എനർജിയും അവരുടെ എനർജിയും കൂടി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ വളരെയധികം ഒരു മാറ്റം വരുമെന്നും അവർക്ക് തിരിച്ചറിവുണ്ടായി. എന്താണെങ്കിലും വളരെ ആലോചിച്ച് നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ആക്ഷനായിട്ട് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോൾസ് ആണ്. വെല്ലുവിളികളെ അതിജീവിക്കും, ഏത് വെല്ലുവിളികളെയും അതിജീവിക്കും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയാണ് കേട്ടോ. നിങ്ങളാണ് ശരിക്കും ഒരേ സോളുകളെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് വിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരെ എത്രത്തോളം നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് എനർജി ഉണ്ടായാലും, നിങ്ങൾ എത്രത്തോളം അകലേക്ക് പോയാലും ഇതിലൊരു പേഴ്സൺ ഒരിക്കലും ഒരു വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി വേണമെങ്കിൽ, നിങ്ങളിൽ ഒരു പേഴ്സൺ വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാനും കുറച്ച് മാറി നിൽക്കാനും പറ്റുമെങ്കിൽ മറ്റൊരു വ്യക്തി അത് ഒരിക്കലും സാധിക്കില്ല എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ ഒരു കണക്ഷൻസ് ആണ്, നിങ്ങൾ ഒരേ ഡെസ്റ്റിനിയിലുള്ളവരാണ്. അതായത് പുനർജന്മങ്ങളെന്ന് തന്നെ പറയാം നമുക്ക് കേട്ടോ. നിങ്ങൾ ഇതിനു മുൻപും പാർട്ട്ണറായിട്ട് തന്നെ, അതായത് നിങ്ങൾ ഒരേ ഇതിൽ ജീവിച്ച് കടന്നുപോയവരാണ്, സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കടന്നുപോയ പേഴ്സണാണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ നല്ലൊരു ബ്ലെസ്സിങ്സ്, ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബന്ധത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു സോൾ കണക്ഷൻസ് ആണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഒരിക്കലും സിംഗിളായിട്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരാളുടെ ഓർമ്മ കൊണ്ടേ ഒരാൾക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും പറ്റുള്ളൂ. നിങ്ങൾ എത്രത്തോളം പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ പോകുന്നു അത്രത്തോളം ആ ഒരു വ്യക്തിയും പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ പോകും. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ വ്യക്തിയെ കണക്ട് ചെയ്യുന്നു അതേ എനർജിയിലായിരിക്കും എത്ര ദൂരെയാണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെയും ഓർക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് കാണുന്നത്. അപ്പം ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ പിന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് പുറമേയുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നു. അതുപോലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് പോസിറ്റീവായ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ, അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ശരിയായ കാര്യങ്ങൾക്ക് ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യാതെ അത് ആ ലീഗലി തന്നെ പോകട്ടെ, ആ ഒരു കറക്റ്റായ രീതിയിൽ തന്നെ പോകട്ടെ എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നാണ് കാണുന്നത് കേട്ടോ. വളരെയധികം ഒരു സ്ട്രോങ് ആണ്. ക്യൂൻ ഓഫ് സ്വാൻസ് ആണ്. ക്യൂൻ ഓഫ് സോഴ്സ്, ക്യൂൻ ഓഫ് വാൻസ്. വളരെ പ്രതിജ്ഞാബദ്ധമായ, അല്ലെങ്കിൽ നമ്മൾക്ക് മാനേജിങ് ചെയ്യാൻ പാകത്തിന്, അതുകൂടാതെ തന്നെ സ്ട്രോങ് ആയ രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധം വരുന്ന ഒരു ബോണ്ട് ഉണ്ടാകുന്നു. പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും പോയെങ്കിൽ അതിനേക്കാൾ പവർഫുള്ളായിട്ട്, ഊർജ്ജസ്വലമായിട്ട് ഇനി ഏത് പ്രതിസന്ധിയെയും നേരിടാം, എന്നാലും നിങ്ങളെന്ന വ്യക്തിയെ ചേർത്ത് പിടിക്കുമെന്ന ആ ഒരു എനർജിയോട് കൂടി നിങ്ങളിലേക്ക് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. മറ്റൊരു കാര്യങ്ങളുടെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലുണ്ട്, നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാതെ നിങ്ങൾ അവർക്ക് മുമ്പിൽ യാചിച്ച സമയത്ത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർ പൂർണ്ണമായി ശ്രദ്ധ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, അവരത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ ആണ് അവർ നൽകിയിരുന്നത്. നിങ്ങൾ വാല്യുബിളായ ഒരു പേഴ്സൺ ആയിരുന്നു അവരുടെ മനസ്സിലെങ്കിൽ പോലും അവർക്ക് ആ ഒരു ബ്ലോക്കേജ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് കാണുന്നത്. എന്താണേലും വളരെയധികം ഒരു ശക്തമായ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ വ്യക്തി ചെന്നു പെട്ടത്. അതായത് മറ്റ് ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യമുള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി. അതായത് ചിലപ്പോൾ ഈ പണത്തിനോടാവാം, മറ്റു സൗകര്യങ്ങളോടാവാം. അതായത് ഇമോഷൻസ് ഒന്നുമില്ലാതെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ പേഴ്സണെ അവർ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനനുസരിച്ച് അവരിപ്പം ഒറ്റപ്പെടലും നിരാശയും നഷ്ടവും അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് പാസ്റ്റിനെ ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പാസ്റ്റിലെ പല കാര്യങ്ങളെയും ബാലൻസിൽ എത്തിക്കാൻ പറ്റാതെ അവർ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. അതുപോലെ ഒരു നിരാശയാണ്, നഷ്ടബോധമാണ്, അതിനപ്പുറം കുറ്റബോധവും. അവർക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ ഒരു എനർജി, ആ ഒരു ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക് എനർജിയുടെ പവർ കുറഞ്ഞപ്പം അവർക്ക് തിരിച്ചറിവ് വന്നു എന്നാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളെ ഓർത്ത് അവർ വേദനിക്കുന്നു. മരണ തുല്യമായൊരു വേദനയാണ് അനുഭവിക്കുന്നത്. അവരുടെ ആ ഒരു കർമ്മ അവസാനിച്ചു പോകുന്നു എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെയും ലൈഫിലുണ്ടായ ഒരു സെപ്പറേഷൻ പീരീഡ് അവസാനിക്കുന്നു. ആ ഒരു കർമ്മ അവസാനിക്കുന്നു. വലിയൊരു ശക്തമായ ആഴത്തിലുള്ള വിജയകരമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നു ചേരാൻ പോകുന്നു. കാരണം അവർ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളെക്കുറിച്ച് അമിതമായി ആലോചിക്കുന്നു. അവരനുഭവിക്കുന്ന ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് നിങ്ങളിലും കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ സോളിലേക്കും ആ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുക എന്നൊരു എനർജിയിലൂടെ ആയിരിക്കാം ഇപ്പം ചില സമയങ്ങളിൽ കടന്നു പോകുന്നത്. അറിയാതെ വരുന്നൊരു പെയിൻ, ഹൃദയത്തിൽ നമ്മൾ പോലും ചിന്തിക്കാതെ പെട്ടെന്ന് കടന്നു വരുന്നൊരു പെയിനാകുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളും അതിജീവിക്കുന്നുണ്ടാവാം. അവർ വളരെ ശക്തമായിട്ട് അതിജീവിക്കുന്നു. ഇപ്പോൾ അവരൊരൊറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നു. നിങ്ങളും തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിട്ട് മറ്റെന്തിനോ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതേ സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ചുറ്റും പലതും ഉണ്ടെങ്കിലും അവരും ഒറ്റപ്പെട്ടു പോയി. അവർക്ക് ഒരു ആത്മസംതൃപ്തിയില്ല അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾക്കും എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അവസാനിക്കുന്നു. അതിൻ്റെ ആ ഒരു സ്ട്രോങ് ആയ ഒരു എനർജി അവസാനിക്കുന്നു എന്നാണ് കാണുന്നത്. അതിനെ പൂർണ്ണമായും നെഗറ്റീവാക്കി ഹീലാക്കി കളഞ്ഞിരിക്കുന്നു യൂണിവേഴ്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഭയം നിങ്ങളിലുമുണ്ട്.
നിങ്ങളുടെ വ്യക്തിയിലുമുണ്ട് ഭയം. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് മാറാൻ പറ്റുമോ, വീണ്ടും കൂടിച്ചേരാൻ പറ്റുമോ, ഒരു ഫാമിലി ഉണ്ടാകുമോ, നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിൽ നിഴൽ ഉണ്ട്. പക്ഷേ മാറുകയാണ്, നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്, നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കുടുംബം, ബന്ധം, ഐക്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെ സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഫിനാൻസ് പരമായ ഒരു അബണ്ടൻസ് വരുന്നു, ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റിംഗ് ചെയ്യപ്പെടുന്നു. ഈ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാറ്റം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഓപ്പർച്യൂണിറ്റി പോലെയാണ്. നിങ്ങൾ ചിലപ്പോൾ ചില ടൈമിൽ ആ ഒരു ബന്ധം അവസാനിച്ചു, ഇനി ആ ഒരു സിറ്റുവേഷൻസ്, ആ പേഴ്സണുമായിട്ടൊരു കണക്ഷൻസ് എൻ്റെ ലൈഫിൽ ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നു. ഏറ്റവും നല്ല അബണ്ടൻസും സന്തോഷത്തോടു കൂടി വന്നു ചേരുന്നു. മാറ്റവുമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കെയറിങ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നു. നിങ്ങളിൽ നിന്നും ആ പേഴ്സണും അതേ രീതിയിൽ തന്നെ കെയറിങ് അങ്ങോട്ടും ലഭിക്കുന്നു. അതുപോലെ സ്നേഹത്തെയും നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവിശ്വാസങ്ങളെ എല്ലാം ഹീലാക്കിക്കൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടിയും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉടനെ തന്നെ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റിംഗ് ചെയ്യുന്നു. 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒന്നിക്കാൻ പോകുന്നത്, അതായത് ആ ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ എവിടെയാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടേച്ചു പോയത്, ഏത് ബാഡ് സിറ്റുവേഷൻസിനെയൊക്കെയാണോ നിങ്ങൾ അതിജീവിച്ചു കൊണ്ടിരുന്നത്, നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയെങ്കിൽ, വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് 2 ഓഫ് കപ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. പുതിയൊരു തുടക്കം, സക്സസ്, വിജയം, ഒരു നല്ലൊരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് ലഭിച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ആ ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചത്. നിങ്ങളെ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടതായ ചില സിറ്റുവേഷൻസുകളുമായിട്ട് അവർ വിട്ടുപോയി. അതായത് നിങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത ചില സ്വപ്നങ്ങളാവാം, നിങ്ങളുടെ ലൈഫ് നാളെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാവാം. ഇതിൽ അവർ ആ ഒരു പാതയിൽ നിങ്ങളെ ഇട്ടേച്ച് പോയി എങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിഗ് ചേഞ്ചിങ്ങോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു. ഓഫ് കപ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഫെയിലിയർ ആയിപ്പോയി, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അവസാനിച്ചു പോയി, ഇനി വരില്ല എന്ന് ചിന്തിച്ച പല പേഴ്സൻ്റെ എനർജികളും നിങ്ങളിലേക്ക് ഉടനെ കണക്റ്റഡ് ആകുന്നു. നിങ്ങളിലേക്ക് അവർക്കൊരു ബന്ധം സൃഷ്ടിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ ശക്തമായ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സോർട്സ്, നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജേണിയാണ്, ഒരേ എനർജിയാണ്. നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന ഇമോഷണൽ ബാലൻസും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സക്സസ്സുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വളരെയധികം ഒരു ഇമോഷണലി കൺട്രോളിങ് പവറും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ, നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ എവിടെ ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു ശക്തമായ വിജയം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിച്ചൊരു യാത്ര, ഒരു കുടുംബ ബന്ധം, ഒരു ഗൈഡൻസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ചുറ്റുപാടിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊരു ഗൈഡൻസ് നൽകുന്ന പേഴ്സണുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റേ വ്യക്തി എന്ത് ത്യാഗവും ചെയ്യുകയും അതുപോലെ നല്ല ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും അതിനനുസരിച്ച് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇമോഷണൽ ബാലൻസ് ഉണ്ടാവുന്നത് മാത്രവുമല്ല, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ പറ്റും. നിങ്ങളുടെ എനർജികൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അത്രത്തോളം ആഴത്തിലുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് തമ്മിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ, സ്കോപ്പൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കം, അവരോടൊരുമിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്നു. വളരെയധികം ഒരു സക്സസ്, ഒരു പ്രതീക്ഷ മാത്രമല്ല ഒരു വിജയത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ തമ്മിലുണ്ടായ ഒരു വളരെ ശക്തമായ ഒരു സ്റ്റക്നെസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ബ്ലോക്കേജുകൾ, അതൊക്കെ മാറി കിങ് ഓഫ് സോഴ്സ് ആണ് ശക്തമായ രീതിയിലാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഒരു ബിഗ് ചേഞ്ചിങ്, ടവറാണ് വന്നിരിക്കുന്നത്. ഒരു വലിയ ചേഞ്ചിങ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ് ഒന്നിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിദേശ യാത്ര, ഒരു ദൂരെ എയർ ട്രാവലിംഗ് ഒക്കെ കാണാം.
കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയിരിക്കാം ആ ഒരു കൂടിച്ചേരലിനോടനുബന്ധിച്ച് ഒരു വിദേശയാത്രയോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ തിരിച്ചു വരുന്നതോ ഒക്കെ ആയിട്ട് വളരെയധികം ഒരു സ്ട്രെങ്തോടു കൂടിയ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും എല്ലാവർക്കും ഈ ഒരു എനർജി റെസനേറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.